എനിക്കിഷ്ടം അക്ബറിനെയാണ്. ബിഗ് ബോസിൽ ഇവർക്ക് ഇഷ്ടമുള്ളവരെ പേര് പറയുന്നുണ്ട്. 4 ബോട്ടോടെ ഇപ്പൊ അടുക്കളയിലെ പരിപാടിയാണ് കാണുന്നത്. നാളെ സ്കൂളിലെ ആഷ്ലേന്റെ സ്കൂളിലെ കുട്ടികളാണ്. ഉച്ചക്ക് വന്നേരം ഇവര് ബിഗ് ബോസ് കളിക്കലാന്ന്. ഒരാളെ പേര് പറയും. ആദില, നൂറ, ബെന്നി, അനീഷ്, അക്ബർ, നവീൻ, സൗമൻ. അനിമൽ സംഭവം ഉണ്ട്, ഒരുപാട് സംഭവം ഉണ്ട്. കാണിച്ചരാ. അവിടെ കിച്ചണെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് എന്തോ നറുക്കെടുക്കുന്നുണ്ട്. എന്നാ നോക്കാം. സ്വേച്ഛാധിപതിയെ കണ്ടെത്താനുള്ള നറുക്കെടുപ്പാവല്ലോ. ആർക്കാ കിട്ടുന്നത് നോക്കാം. അനീഷേട്ടനാവല്ലോ സ്വേച്ഛാധിപതി. അവനും കൂടി ഉണ്ട് പോലും. നൂറ ഇവർ രണ്ടാളും ഒരു സ്വേച്ഛാധിപതികൾ. ഞാനാദ്യം പറയാൻ പോകുന്നത് അനീഷേട്ടനെയാണ്. എല്ലാവരും കുത്തിത്തിരിപ്പ് ആക്കിക്കൊണ്ടിരിക്കും. അതാണ്. രണ്ടാമത്തെ ഇത് ബിന്നിനെയാണ്. ഒരു കാര്യങ്ങളിലും ഒന്നും ചെയ്യാണ്ട് വെറുതെ അടക്കുത്തി. ഞാൻ ആദ്യം നോമിനേഷൻ ചെയ്യുന്നത് സാബുമേനെയാണ്. കാരണം ഇവിടെ ഫുൾ ബോഡി ഷോ ആണ്, വേറെ ഒന്നുമില്ല. രണ്ടാമത്തെ ആള് ബിന്നിയാണ്. ഫുൾ കുത്തിത്തിരിപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇവരുടെ ആളെ സാബുമാനെത്തിണ്ട് പറഞ്ഞോ. ഞാൻ ചെയ്യുന്നത് നെവിനെയാണ്. ഒന്നും ചെയ്യൂരാളെ കുത്തിയിരിക്കുക ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് അനീഷേട്ടനാണ്. ഒന്ന് പറയാൻ രണ്ടാമൻ ബോയിങ് അടിയാണ്. എന്തിനാന്നറിയില്ല. ഫസ്റ്റ് പറയുന്നത് ബിന്നിയാണ്. പിന്നെ ഒന്നും മടിച്ചാണ് അവളെ. ആദ്യം നോമിനേഷൻ ചെയ്യുന്നത് ബിന്നിനാണ്. വെറും കുത്തിത്തിരിപ്പേ ഉള്ളൂ, അതുകൊണ്ട് ബിന്നി. രണ്ടാമത് സാബുമാനാണ്. വെറും ബോഡി ഷോ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട്. ആദ്യം തന്നെ ഞാൻ സാബുമാനാണ്. വെറും ബോഡി ഷോ മാത്രമാണ് ഉള്ളത്. പിന്നെ അനീഷേട്ടനാണ്. വെറും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് അടിയാണ്. നോമിനേറ്റ് ചെയ്യുന്നത് സാബുമോനെയാണ്. പിന്നെ ബിന്നിനെയും ഒരു കാര്യമില്ലാണ്ട് പ്രശ്നമാക്കും ഇവര്. ഇത് അനീഷാന്ന് പോലും. അനീഷ പറ എന്നാ പറയാന്ന് വെച്ചാല് ഞാൻ പറയുന്നത് സാബുമേനെയാണ്. ആദ്യം ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. പിന്നെ ഞാൻ പറയുന്നത് ആദിലേനെയാണ്. വെറുതെ ചെയ്ത കുറ്റ എൻ്റെ തലയിൽ കൊണ്ടിടുന്നു. പറയുന്നത് അനീഷേട്ടൻ പിന്നെ സാബുമാൻ. അവര് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. 6 ബോട്ടോടെ സാബുമാൻ, 5 ബോട്ടോട് കൂടി അനീഷ്, 4 ബോട്ടോടെ ബിന്നി. ബിന്നി എന്തിനാണ് നിക്കുന്നത്? ഫുൾ കൊത്തിരിക്കും. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഫുൾ അടിയായിരിക്കും. ഞാനത് അല്ല അനീഷേട്ടൻ്റെ പറയുന്നത്. അതല്ലേ ഇഷ്ടമല്ല, വെറും കുത്തിത്തീർപ്പാണ്. അനീഷേട്ടൻ കള്ളം പറയുന്ന കൂട്ടത്തില്ല. എന്നിട്ട് കള്ളം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ട് ഒരിക്കലും പറ്റാതെ കുറച്ച് ഷോളിക്കും. കള്ളം പറഞ്ഞ് ഞാൻ കേട്ടില്ല. നമ്മൾ രണ്ടാളും കേട്ടില്ലേ? അത് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്നുണ്ടല്ലോ. നമ്മളെങ്ങനെ വേണ്ടേ?
ഇപ്പൊ അടുക്കളയിലെ പരിപാടിയാണ് കാണുന്നത്. കുക്കിംഗ് ടീമാവല്ലോ ഇത്. പാത്രങ്ങൾ തന്നെ നമ്മളിപ്പോ കാണുന്നത്. ചിലടത്തോണ്ട് കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസിന്റെ കൊറേ കാഴ്ചക്കാരൻ്റെ ഇടിങ്ങനെ നിക്കുന്നത്. എന്താ കൊറേ ആളാർന്ന് ഊഞ്ഞാലാടി കളിക്കുന്നെല്ലാം ഉണ്ട്. എന്താ ഉണ്ണി ടീമല്ലോ. ആശ പോലെ ബിഗ് ബോസ്. ബിഗ് ബോസിൽ ഇവർക്ക് ഇഷ്ടമുള്ളവരെ പേര് പറയുന്നുണ്ട്, നമുക്കത് കാണാം. ഞാൻ പിന്നെയാണ് എനിക്ക് ഇന്നത്തെ ബിഗ് ബോസിൽ ഇഷ്ടമുള്ളത് റാന ഫാത്തിമ, പിന്നെ ആദില എന്നവരാണ്. പിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്നെ തന്നെ. ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ കളിയിൽ നൂറയാണ്. എനിക്ക് ബിഗ് ബോസിലെ നൂറേനും അനീഷിനെയാണ് ഇഷ്ടം. ഞാൻ ഈ കളിയിൽ ആദിലയാണ്. എനിക്കിഷ്ടം റനയാണ്, പിന്നെ നൂറയും. ഞാൻ ഈ കളിയിൽ അനീഷാണ്. എനിക്കിഷ്ടം അനുമോളിയും റനേനെയാണ്. അനീഷിന് ഇഷ്ടമല്ല. അനീഷിന് ഈ കളിയിൽ അക്ബർ തന്നെയാണ്. എനിക്ക് അക്ബറിനെയാണ് അതിഷ്ടം. പിന്നെ രണ്ടാമത് നെവിനെയാണ്. ഞാൻ ഈ കളിയിൽ സബുമാനാണ്. എനിക്കിഷ്ടം ഞാൻ ഈ കളിയിൽ നെവിനാണ്. എനിക്കിഷ്ടം അക്ബറിനെയാണ്. നെവിന് ഇഷ്ടമല്ല. എനിക്കിഷ്ടം ആദിലേനെയും അക്ബറെയും പിന്നെ റനേനെയും. എൻ്റെ പേര് അനുമോൾ എന്നാണ്. എനിക്കിഷ്ടം നൂറേനെയും റനേനെയും ആദിലേനെയും. അപ്പൊ അനുമോൾക്ക് അനുമോളെ ഇഷ്ടമല്ല അല്ലേ?